59-ാമത്തെ പദ്യം. ഏകം വർത്തമാനുവർത്തന്തെ മാനവാ സർവതോ മതേ ഇത്യബാധാന്മതൈകത്വം സാധിതം സർവസമ്മതം. സർവതഃ മാനവാഹ, എല്ലായിടത്തും മനുഷ്യർ, മതേ മതത്തിലെ, ഏകം വത്മ ഒരേ ലക്ഷ്യത്തെ, അനുവർത്തന്തെ അവലംബിക്കുന്നു, എല്ലായിടത്തും ഒരു ലക്ഷ്യത്തെയാണ് അവലംബിക്കുന്നത്. ഇതി അബാധാത്, ഇപ്രകാരം ദോഷമില്ലായകയാൽ, മതൈകത്വം മതത്തിന് ഏകത്വം, സർവസമ്മതം സാധിതം സർവസമ്മതമാകും വണ്ണം സാധിതമായി. ഇപ്പൊ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയാണ്, എല്ലായിടത്തും എല്ലാവരും ഒരേ ഒരു ലക്ഷ്യമാണ് മതത്തിൻ്റെ ലക്ഷ്യമായിട്ട് കരുതുന്നത്. അതുകൊണ്ട് ഏകമതം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മതത്തിൻ്റെ സാരം, മതത്തിൻ്റെ ലക്ഷ്യം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ശിഷ്യഃ ഊചുഹു, 60-ാമത്തെ പദ്യം. സർവജ്ഞാസ്മാകമുച്ഛിന്നഃ സന്ദേഹോ മതവർത്മനി ഏകദേവത്വമപ്യസ്മാത് പരം വ്യാഖ്യാതുമർഹതി. സർവജ്ഞ, അല്ലയോ സർവജ്ഞനായ ഗുരു. സർവജ്ഞനായ ഗുരുവിടെ ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ പറഞ്ഞു തരുന്നത്, അറിവ് പറഞ്ഞു തരുന്നത്. മതവത്മനി, മതത്തിലുള്ള, മതത്തിൻ്റെ കാര്യത്തിൽ, അസ്മാകം ഞങ്ങളുടെ, സന്ദേഹ സംശയം, ഉച്ഛിന്നഹ നശിച്ചു, ഇല്ലാതായിട്ട് തീർന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സന്ദേഹമൊന്നുമില്ല. മതത്തെക്കുറിച്ച് ഗുരുദേവ് പറഞ്ഞു തന്ന എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിപ്പോൾ. അസ്മാത് പരം, ഇതിന്മേൽ, ഏകദേവത്വമവി, ദൈവം ഒന്നാണെന്നുള്ളതും, വ്യാഖ്യാതും വിസ്തരിച്ച് പറയുന്നതിന് അർഹതി, യോഗ്യനായിട്ട് ഭവിക്കുന്നു. ഇനി അങ്ങ് ഞങ്ങൾക്ക് ദൈവം ഏകമാണെന്നുള്ള ആ വലിയ സത്യമൊന്ന് പറഞ്ഞു തരണം.